സ്ലൊവേനിയയിലെ സ്പിന്നിങ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര സ്കാമിങ് നടക്കും. അപ്പൊ ഇന്ന് നമ്മുടെ സ്റ്റോറീസ് ഓഫ് സ്ലൊവേനിയയിൽ വീഡിയോ ചെയ്യുന്നത് ഞാനല്ല കേട്ടോ. ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ റോസാണ്. അപ്പൊ ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. ഞങ്ങൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കൂടി കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയൊരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. അപ്പോൾ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് ആരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല, പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളോടൊന്ന് പറയണമെന്ന് ഞങ്ങൾക്ക് തോന്നി. കണ്ട വീഡിയോ എങ്ങനെയായിരുന്നു, അതായത് സ്ലൊവേനിയയിലെ സ്പിന്നിങ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര സ്കാമിങ് നടക്കുന്നു. അതായത് നാട്ടിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇവിടെ വന്ന് ജോലിക്ക് കയറുന്നു. ജോലിക്ക് കയറി ഒരു 3 months കഴിഞ്ഞ് എല്ലാവരെയും ടെർമിനേറ്റ് ചെയ്യുന്നു എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായി, റോസും 2 വർഷമായി, പിന്നെ അഞ്ജലി ഇവിടെ 1 വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അഞ്ജലിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു. ഇവിടെ അവർ നോക്കുന്നത് ക്വാളിറ്റി ഓഫ് വർക്കാണ് നോക്കുന്നത്. പണിയെടുക്കാതെ ഉറപ്പായിട്ട് അവർ പറഞ്ഞു വിടും. ഞാനിപ്പോൾ 2 years ആയി, സുധീർ ഇപ്പോൾ 2 years ആയി, അഞ്ജലി ചേച്ചി ഇപ്പോൾ 1 year ആയി. അപ്പോൾ ആരെങ്കിലും പണിയെടുക്കാത്തവർ ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അത് സ്കാമിങ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടൂറിസം സ്ലൊവേനിയയിൽ പേഴ്സണലി നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട്, എൻക്വയറീസ് വരുന്നുണ്ട്, സ്പിന്നിങ് മില്ലിലെ ജോലി സ്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആ വീഡിയോയിൽ ഓൾസോ ഇങ്ങനെ പറയുന്നുണ്ട്, 7, 8, 9 ലക്ഷമൊക്കെ കൊടുത്തു വരാൻ പറ്റുന്ന ഒരു ജോലിയാണോ ഇത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള രസമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 10-15 ലക്ഷം രൂപ മുടക്കിയിട്ട് ഇപ്പോഴും ആൾക്കാർ വരാൻ റെഡിയാണ്. എല്ലാവരും പറയുമ്പോൾ അബ്രോഡ് ചെന്നാലും പാടാണെങ്കിൽ ജർമ്മനിയിൽ പോയാൽ അവിടെ നിറച്ച് മലയാളികളാണ്, സ്ലൊവേനിയയിൽ പോയാൽ അതൊരു പൊട്ട കൺട്രിയാണ്. ഇപ്പൊ ലോകത്ത് എവിടെയും മലയാളികളാണ്, എവിടെ ചെന്നാലും. പക്ഷെ എന്ത് ജോലിക്കാണെങ്കിലും എല്ലാവരും അബ്രോഡ് വരാൻ എല്ലാവരും റെഡിയാണ്. അപ്പൊ സ്കാമിങ്ങിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലാത്തിന്റെ പേരിലും സ്കാമിങ് നടക്കുന്നുണ്ട്. ഏജൻസിക്കാരായാലും കമ്പനിക്കാരായാലും ഈവൻ നമ്മുടെ സ്ലൊവേനിയയിലും ഒരുപാട് സ്കാമിങ് നടക്കുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം സ്പിന്നിങ് ഇൻഡസ്ട്രി, അതായത് സ്ലൊവേനിയയിലെ സ്പിന്നിങ് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു സ്കാമിങ് ഇല്ല. അപ്പൊ അതുകൊണ്ട് പൈസ ആരെങ്കിലും കൊടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, എല്ലാരും ഈ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ പൈസ ഒക്കെ കൊടുത്തല്ലേ ഇരിക്കുന്നത്, അങ്ങനെ ഒരു ടെൻഷനും വേണം. കോൺസ്പിറസീസ് പരത്തുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടെന്ന്. എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുമല്ലോ, അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ.